ജസ്റ്റിൻ ട്രൂഡോയുടെ രാജി വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും മാത്രമല്ല പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്നും പിൻവാങ്ങുകയാണെന്നും അറിയിക്കുകയും ചെയ്തു. പാർട്ടിക്കുള്ളിൽ നിന്നും ശക്തമായ എതിർപ്പുണ്ടായ സാഹചര്യത്തിലാണ് ട്രൂഡോയ്ക്ക് സ്ഥാനമൊഴിയേണ്ടി വന്നത്. ഇതിന് പിന്നാലെ ഈ വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ട്രൂഡോ മത്സരിക്കുമോ എന്ന ചോദ്യം ശക്തമായിരുന്നു. എന്നാൽ മത്സരരംഗത്തേക്കില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുകയാണ്. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായാണ് ട്രൂഡോ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രസ്താവനകളെല്ലാം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ട്രംപിനെ എങ്ങനെ നേരിടാമെന്ന് കാനഡയിലെ പ്രവിശ്യകളിലെ പ്രീമിയർമാരുമായി ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് ജസ്റ്റിൻ ട്രൂഡോ മാധ്യമങ്ങളെ കണ്ടത്. മുൻപോട്ടുള്ള തന്റെ ഭാവി എന്തായിരിക്കുമെന്ന് ഉറപ്പില്ല. സത്യത്തിൽ ഈ സാഹചര്യത്തിൽ അത്തരമൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. കാനഡയിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് താനിപ്പോൾ ചിന്തിക്കുന്നതെന്നും ട്രൂഡോ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ട്രൂഡോ തിരിച്ചെത്തിയില്ലെങ്കിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളെ അത് മോശമായി ബാധിക്കുമെന്ന് ഉറപ്പാണ്. കാരണം നിലവിലെ സർവേ ഫലങ്ങളിലെല്ലാം പ്രതിപക്ഷ നേതാവ് പിയറി പൊയിലിവറാണ് അധികാരത്തിൽ എത്തുമെന്ന സൂചന നൽകുന്നത്. പക്ഷേ ട്രൂഡോ സർക്കാരിന്റെ കുടിയേറ്റ നയത്തിന് അദ്ദേഹം സ്വീകരിച്ചത് മാനുഷിക പരിഗണനയായിരുന്നു. 25,000 സിറിയൻ അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കുകയും ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികളെ സ്വീകരിക്കുകയും ചെയ്തു. ഇറാഖിലെ യസിദികളെ അടക്കമാണ് കാനഡ ട്രൂഡോയുടെ കാലത്ത് സ്വീകരിച്ചത്. തൊഴിൽ പരിചയവും പരിശീലനവും നേടിയവരെ ആവശ്യമായിരുന്ന കാലഘട്ടത്തിൽ കാനഡ കുടിയേറ്റത്തിലൂടെ അതും നേടിയിരുന്നു. എന്നാൽ ട്രൂഡോ മത്സരത്തിനില്ലെന്ന് ആവർത്തിച്ചു പറയുകയും പിയറി പൊയിലിവറിന് സാധ്യത ഏറുകയും ചെയ്യുമ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഏറെ തിരിച്ചടികൾ പ്രതീക്ഷിക്കാം. ട്രൂഡോ സർക്കാരിന്റെ തുടക്കത്തിൽ കാനഡ ഇന്ത്യൻ വിദ്യാർത്ഥികളെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് കുടിയേറ്റത്തിന് നിയന്ത്രണം കൊണ്ടുവരേണ്ടതായി വന്നു. പക്ഷേ പ്രതിപക്ഷമാണ് ഭരണമേൽക്കുന്നതെങ്കിൽ കുടിയേറ്റ നയം തന്നെ മാറുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ഇത് കാനഡയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെയും തൊഴിൽ തേടുന്നവരെയും കാര്യമായി ബാധിക്കുകയും ചെയ്യും. പ്രതിപക്ഷ നേതാവ് പിയറി പൊയിലിവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം തന്നെ തൊഴിലവസരങ്ങൾ വിദേശികൾ തട്ടിയെടുക്കും, അത് തടയും എന്നതാണ്. അതോടൊപ്പം ട്രൂഡോയുടെ കുടിയേറ്റ നയങ്ങളെ അദ്ദേഹം ശക്തമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ തദ്ദേശീയർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകണമെന്നാണ് പൊയിലിവർ ആവർത്തിച്ച് പറയുന്നത്. പ്രതീക്ഷയുടെ മുഖമായി അധികാരത്തിലെത്തിയ ട്രൂഡോ 9 വർഷമാണ് കാനഡ ഭരിച്ചത്. എന്നാൽ ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലമെന്ന് പറഞ്ഞ് രാജിവെച്ച ട്രൂഡോയെ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങൾ നിരവധിയാണ്. അതിൽ ഒന്ന് SNC ലാവലിംഗ് കേസാണ്. ലോകത്തെ തന്നെ വലിയ നിർമ്മാണ കമ്പനികളിൽ ഒന്നായ ഈ കമ്പനി കാനഡയിൽ 9,000 പേർക്ക് ജോലി നൽകുന്ന സ്ഥാപനമാണ്. ലിബിയയിലെ കരാറുകൾ കിട്ടാൻ വേണ്ടി ഗദ്ദാഫി സർക്കാരിലെ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്നാണ് കേസ്. ക്രിമിനൽ മാനങ്ങളുള്ള കേസിലെ പ്രോസിക്യൂഷനിൽ നിന്ന് രക്ഷപ്പെടാൻ കമ്പനി നടത്തിയ ശ്രമത്തിന് ട്രൂഡോ സർക്കാർ പിന്തുണ നൽകിയെന്ന ആരോപണവും ശക്തമായിരുന്നു. പിന്നീട് ഈ ആരോപണങ്ങൾ ശരിയാണെന്ന് കമ്മീഷനും കണ്ടെത്തിയിരുന്നു. മറ്റൊരു ആരോപണം ട്രൂഡോയുടെ ആഡംബര യാത്രയാണ്. ട്രൂഡോയും കുടുംബവും പാർട്ടിയിലെ ചില മുതിർന്ന അംഗങ്ങളും ഷിയ പുരോഹിതനായ ആഗാ ഖാന്റെ ബഹാമാസിലുള്ള ദ്വീപിൽ അവധിക്കാലം ആഘോഷിച്ചു എന്ന ആരോപണവും സത്യമാണെന്ന് പിന്നീട് നടന്ന അന്വേഷണത്തിൽ തെളിഞ്ഞു. ഇത് പാർട്ടിക്ക് വലിയ തിരിച്ചടി നൽകിയിരുന്നു. കാനഡയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% നികുതി ചുമത്തുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. ഇതും ട്രൂഡോയുടെ രാജിക്ക് വഴിയൊരുക്കി. ഇക്കാരണങ്ങളാൽ ട്രൂഡോ മത്സരരംഗത്തേക്കില്ലെന്ന് ആവർത്തിച്ചു പറയുമ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇത് തിരിച്ചടിയാകുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.